വീട്ടിൽ ഒരുപാട് മാങ്ങ വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. കുറേ കാലം നമുക്ക് മാങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മാങ്ങയുടെ ഫ്ലേവറിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. 4 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോയോളം വരും. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഞാനെടുത്ത മാങ്ങയ്ക്ക് അല്പം പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യും. അപ്പം നിങ്ങൾ മധുരമൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ മിക്സിയിലിട്ടിട്ട് പൾപ്പാക്കി എടുക്കാൻ പോവാണ്. ഇത് പൾപ്പാക്കി എടുത്തതിന് ശേഷം അത് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിക്കുകയാണ്. നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്, കാരണം ഇത് അടി പിടിക്കാതിരിക്കണമല്ലോ. അപ്പോൾ ഇത് തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഇത് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നേരം ഇത് തീയിൽ കിടന്നിട്ട് വേവേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു 250 ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ നമ്മൾ തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. അതിനുശേഷം അത് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ മാങ്ങയുടെ പൾപ്പ് ഉണ്ടല്ലോ, അത് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചെറുതീയിൽ അവിടെ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൂട്ട് റെഡിയാക്കാനുണ്ട്. 2 പിടി തേങ്ങ നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ വീടുകളിൽ മാങ്ങ കൊണ്ടും ചക്ക കൊണ്ടും ഒക്കെ വരട്ടിയിട്ട് അലുവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർത്തിരുന്ന ഒന്നാണ് ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അന്ന് മൈദയും കോൺഫ്ലവറും നമ്മൾ ചേർത്തിരുന്നില്ല. ഇന്ന് പക്ഷേ നമ്മൾ കുറച്ചും കൂടെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദയും കോൺഫ്ലവറൊക്കെ ചേർക്കുന്നത്. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അലുവ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിളച്ച് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറുതീയിൽ തന്നെ എപ്പോഴും ഇട്ടിട്ട് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മളുടെ മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ, കോൺഫ്ലവർ, മൈദ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ചെറുതീയിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഒരിക്കലും ആക്കരുത്, കാരണം ഇതൊക്കെ പിരിഞ്ഞു പോകാനും പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതും നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർക്കുന്നത് നെയ്യാണ്. 3 വലിയ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും നെയ്യിലും കിടന്നിട്ടാണ് ഈ അലുവ അടിപൊളിയാവാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല. ഇനി ഇത് നന്നായിട്ട് വറ്റി ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവത്തിലാവണം. ആ വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ ഇങ്ങനെ ഊറി വരണം. അതേപോലെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത്തിരി ഡാർക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേശ്ശെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കളർ ഇതാ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇതാ കണ്ട നല്ല അലുവയുടെ പാകത്തിന് വന്നിട്ടുണ്ട്. സ്പൂണിൽ ഇങ്ങനെ എടുത്ത് ഒഴിച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്പൂണിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതാണ് ശരിക്കും അലുവ ഉണ്ടാക്കുന്നതിൻ്റെ കണക്കെന്ന് പറയുന്നത്. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണെങ്കിൽ കൂടെ നമ്മളുടെ മാങ്ങയൊന്നും ചീത്തയാവാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ അലുവ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണ്. അതായത് ഈ പാത്രത്തിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഈ പ്ലേറ്റ് ഒന്ന് ചൂടാക്കുന്നത്. ഇനി നമ്മുടെ അലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ അത് ഊറി വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ട് ഇതിൻ്റെ മുകളിൽ തണുത്ത് കഴിയുമ്പോൾ ഊറി നിൽക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. ആ എണ്ണ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. നെയ്യും വെളിച്ചെണ്ണയും അതിൽ തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നിങ്ങൾക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കുറേ കാലം ഇത് കേടാവാതിരിക്കും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇട്ട് വെച്ചാൽ മതി. ഇത് എൻ്റെ മമ്മി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ മാങ്ങ അധികമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ആദ്യമായിട്ട് ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.